29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സിനിമകളുടെ പ്രദർശനം തുടരുന്നു. രണ്ടാം ദിനമായി ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയത്. മത്സര വിഭാഗത്തിലെ എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നുണ്ടായത്. പുലർച്ചെ പെയ്ത മഴ കാരണം ആദ്യ പ്രദർശനത്തിന് തിരക്ക് കുറവായിരുന്നെങ്കിലും പിന്നീടുള്ള പ്രദർശനങ്ങൾക്ക് നീണ്ട നിരയായിരുന്നു. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉൽപേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റണിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവയായിരുന്നു ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങൾ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ആദ്യ മലയാള സിനിമയായ ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറത്തിന്റെ പ്രദർശനവും ഇന്നുണ്ടായിരുന്നു. മത്സര വിഭാഗത്തിലെ എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നുണ്ടായത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന ടൈപ്പ് മൂവീസ് ആണ് കാണാൻ നോക്കുന്നത്. ഇപ്പോൾ കണ്ടത് ദ ഹൈപ്പർബോറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ വിഷ്വൽ സ്റ്റൈൽ ഭയങ്കര യുണീക്കാണ്. ആനിമെട്രോണിക്സും പ്രാക്ടിക്കലായിട്ടുള്ള എഫക്ട്സ് വെച്ചിട്ടാണ് ഫുൾ മൂവി ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു മലയാളം ഫിലിമാണ് കണ്ടത്, നന്നായിരുന്നു. പിന്നെ ബോഡി വലിയ കുഴപ്പമില്ല, ഇച്ചിരി ലാഗൊക്കെ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴത്തേതും ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഓക്കെ ആയിരുന്നു. ഇന്ന് ആദ്യത്തെ സിനിമ. അതെ, നല്ല എക്സ്പീരിയൻസ് ആണ്. ഉച്ചയ്ക്ക് ശേഷം 31 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ്, ദ ഹൈപ്പർബോറിയൻസ് എന്നിവയായിരുന്നു മത്സര ചിത്രങ്ങൾ. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ആദ്യ പ്രദർശനവും ഉണ്ടായിരുന്നു. മേളയുടെ ഭാഗമായി മാനവീയം വീതിയിൽ JR ദിവ്യയുടെ നേതൃത്വത്തിലുള്ള സംഗീത നിശയും സംഘടിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.